കുഞ്ഞുങ്ങൾ, നമ്മുടെ പേരക്കുട്ടികൾ സ്കൂളിലേക്ക് പോകുമ്പോൾ അവരുടെ കയ്യിൽ ഈ ലഹരി പദാർത്ഥങ്ങൾ വെച്ചു കൊടുക്കുന്ന മരണത്തിന്റെ വ്യാപാരികളെ കണ്ടെത്തി അവരെ അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കാൻ വേണ്ടിയാണ് ഓപ്പറേഷൻ തുഫാൻ ഐക്യ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ആരംഭിച്ചത്. നാഥാപുരത്തെ വികസനത്തിന്റെ കൊടുമുടിയിലെത്തിക്കുന്ന MLA-യാണ് നാടിന് ലഭിച്ചതെന്നും അതിന് സംസ്ഥാന സർക്കാരിന്റെ പൂർണ്ണ പിന്തുണയുണ്ടാകുമെന്നും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. കെ അഭിജിത്ത് MLA-യുടെ ക്യാമ്പ് ഓഫീസ് കല്ലാച്ചി ഓത്തിൽമുക്കിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഒന്നാമത് സമയം കിട്ടിയില്ല, രണ്ടാമത് സാമ്പത്തിക തകർച്ച. അപ്പൊ ഇതിൽ നിന്നെല്ലാം ജനങ്ങളെ മോചിപ്പിക്കാനുള്ള ഭഗീരഥ പ്രയത്നത്തിലാണ് ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത്. ആഭ്യന്തര വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ജൂൺ 2-ാം തീയതി നമ്മളൊരു പദ്ധതി ആരംഭിച്ചു. കേരളത്തിന്റെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിലാണ് ഓപ്പറേഷൻ തുഫാൻ നർക്കോ ഹണ്ട് എന്ന പദ്ധതി ആരംഭിച്ചത്. കേരളത്തെ നമ്മുടെ ലക്ഷ്യം മയക്കുമരുന്നിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ്. ഇന്ന് കേരളം അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം മയക്കുമരുന്നിന്റെ വ്യാപനമാണ്, ലഹരിയുടെ വ്യാപനമാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ പേരക്കുട്ടികൾ സ്കൂളിലേക്ക് പോകുമ്പോൾ അവരുടെ കയ്യിൽ ഈ ലഹരി പദാർത്ഥങ്ങൾ വെച്ചു കൊടുക്കുന്ന മരണത്തിന്റെ വ്യാപാരികളെ കണ്ടെത്തി അവരെ അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കാൻ വേണ്ടിയാണ് ഓപ്പറേഷൻ തുഫാൻ ഐക്യ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ആരംഭിച്ചത്. ഞാൻ നിങ്ങളെ സാക്ഷി നിർത്തി ഒരു കാര്യം പറയുന്നു. കേരളത്തിലെ ലഹരി മാഫിയയുടെ വേരറക്കുന്നത് വരെ കേരള പോലീസ് ഈ പദ്ധതിയുമായി നമ്മുടെ കുഞ്ഞുങ്ങളെ ലഹരിക്ക് അടിമകളാക്കി മാറ്റാൻ ശ്രമിക്കുന്ന ആളുകളെ നിയന്ത്രിക്കാനും നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരുന്നത് 8,800 ഇപ്പോൾ ഞാൻ സംസാരിക്കുന്നവരെ 8,800 പേരെ അറസ്റ്റ് ചെയ്തു. 7,000-ഓളം കേസുകൾ രജിസ്റ്റർ ചെയ്തു. 80 കോടി രൂപയുടെ സാധനങ്ങൾ പോലീസ് പിടിച്ചെടുത്തു. 70-ഓളം പേർ ചികിത്സയിലാണ്. അങ്ങനെ കേരളത്തിൽ ഒരു വലിയ സാമൂഹിക മാറ്റം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഈ ഓപ്പറേഷൻ തുഫാൻ ആഭ്യന്തര വകുപ്പ് ഇന്ന് ആവിഷ്കരിച്ച് നടപ്പാക്കുന്നത്. ഇത് കേരള ജനതയെ രക്ഷിക്കാനാണ്. ഇതിന് 3 ഘടകങ്ങളാണ്. ഒന്ന് ഓപ്പറേഷൻ തുഫാൻ സ്ട്രൈക്ക്, അത് പോലീസ് അറസ്റ്റ് ഉൾപ്പെടെ. 2 ഓപ്പറേഷൻ തുഫാൻ വാരിയേഴ്സ്, അത് നമ്മുടെ നാട്ടിലെ മുഴുവൻ ജനങ്ങളെയും ഞങ്ങൾ തുഫാൻ വാരിയറാക്കുകയാണ്. ഇതിനെതിരെയുള്ള ബോധവൽക്കരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. 3-ാമത്തേത് ഓപ്പറേഷൻ തുഫാൻ കെയർ, ആളുകളെ ഏതെങ്കിലും ഘട്ടത്തിൽ ഇത്തരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങളുടെ അടിമകളായിട്ടുണ്ടെങ്കിൽ അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള പദ്ധതി അതും നമ്മൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. എവിടെ ചെന്നാലും ജനങ്ങൾ ഈ പദ്ധതി ഏറ്റെടുക്കുന്നു. കഴിഞ്ഞ ദിവസം കൊയിലാണ്ടിയിൽ ഞാൻ പങ്കെടുത്തു. 10,000-കണക്കിന് ജനങ്ങൾ മഴയായിട്ട് പോലും കാത്തുനിന്ന് ഈ പദ്ധതി വിജയിപ്പിക്കാൻ വേണ്ടി രംഗത്ത്. ഞാൻ കാസർഗോഡ് നിന്നാണ് വരുന്നത്. ചെന്ന ആളുകളുടെ എണ്ണം വർദ്ധിക്കുക. 2035 ആകുമ്പോൾ ഏതാണ്ട് 50%-ത്തിലേറെ 60 വയസ്സ് കഴിഞ്ഞവരാകുമെന്നാണ് കണക്ക്. അപ്പൊ അങ്ങനെ ആയുർദൈർഘ്യം കൂടുതലുള്ളത് കൊണ്ട് അവരുടെ സംരക്ഷണം ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ജപ്പാനിലാണ് ഏറ്റവും കൂടുതൽ പ്രായം ചെന്ന ആളുകൾ ഉള്ളതെന്നാണ് കണക്കാക്കുന്നത്. അവിടെ അവരെ സംരക്ഷിക്കുന്ന രീതി മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മൾ ഇവിടെ ഇന്ത്യയിൽ ആദ്യമായി വയോജനങ്ങൾക്ക് വേണ്ടി ഒരു മന്ത്രാലയം ഉണ്ടാക്കിയത് UDF ഗവൺമെന്റാണ്. UDF ചെയർമാൻ സൂപ്പി നരിക്കാട്ടേരി അധ്യക്ഷനായി. MLA-മാരായ പാറക്കൽ അബ്ദുള്ള, കെ പ്രവീൺകുമാർ, VT സൂരജ്, തൂണേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KP പ്രതീഷ്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ MK സഫീറ, അഹമ്മദ് പുന്നക്കൽ, T പ്രദീപ് കുമാർ, വളപ്പിൽ കുഞ്ഞമ്മദ്, TV ഗോപാലൻ, UV ബിന്ദു, PK ദാമു, കോറങ്കോട്ട് ജമാൽ എന്നിവർ സംസാരിച്ചു.